സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പം ആ നോട്ടിഫിക്കേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പി എസ് സിയുടെ 44 പുതിയ വിജ്ഞാപനമാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. 2026 ജൂലൈ 13 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം സെക്രട്ടേറിയറ്റ്, പി എസ് സി, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എന്നിവയിലടക്കം 44 തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. സംസ്ഥാന തലം വരുന്ന 14 ജനറൽ റിക്രൂട്ട്മെന്റ്സ് ആണ് ആദ്യം പറയുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ബയോളജി. അത് തസ്തിക മാറ്റം മുഖേനയുള്ള നോട്ടിഫിക്കേഷനാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1. അടുത്ത നോട്ടിഫിക്കേഷൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൽ ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് സെക്രട്ടേറിയൽ ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ബ്രെയിലിസ്റ്റ്, ലാൻഡ് യൂസ് വകുപ്പിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഇനി പറയുന്നത്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജസ് ഓഫീസ്, വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ്, കേരള ലോകായുക്ത എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും തസ്തിക മാറ്റം മുഖേനയുള്ള നോട്ടിഫിക്കേഷനുമാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ജില്ലാതലത്തിൽ വരുന്ന ജനറൽ റിക്രൂട്ട്മെന്റ്സ് ആണ് ഇനി പറയുന്നത്. ഇതിൽ വരുന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ സർവേ ലാസ്കർ, ഡിപ്പോ ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചർ, പ്ലാന്റേഷൻ വാച്ചർ, TB വാച്ചർ ആൻഡ് ബംഗ്ലാവ് വാച്ചർ, ടിബർ സൂപ്പർവൈസർ, തോപ്പ് വാർഡൻ, റിസർവ് വാച്ചർ, ഡിസ്പെൻസറി അറ്റൻഡന്റ്. സംസ്ഥാന തലത്തിൽ വരുന്ന 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി. ജില്ലാതലത്തിൽ 4 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ NCC സൈനിക ക്ഷേമ വകുപ്പിൽ ക്ലർക്ക്. അത് വിമുക്ത ഭടന്മാർക്ക് മാത്രമാണ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇടുക്കി ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. അതും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ കോട്ടയം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്. അത് പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. നാലാമത്തെ നോട്ടിഫിക്കേഷൻ വയനാട് ജില്ലയിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് വാച്ചർ. വയനാട് ജില്ലയിലെ വനാതിർത്തിയിലോ വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവാന്മാരും സാക്ഷരരും ആയ പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. സംസ്ഥാന തലത്തിൽ വരുന്ന ഒരു 13 NCA നോട്ടിഫിക്കേഷനാണ് ഇനി പറയുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തീഷ്യോളജി. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ്. നാലാമത്തെ നോട്ടിഫിക്കേഷൻ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ജിയോഗ്രഫി. മുസ്ലിം, ഈഴവ, തീയ, ഭില്ലവ എന്നീ വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. അഞ്ചാമത്തെ നോട്ടിഫിക്കേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ആറാമത്തെ നോട്ടിഫിക്കേഷൻ കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, വുമൺ പോലീസ് ബറ്റാലിയൻ. LC AI വിഭാഗക്കാർക്ക്
മാത്രമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. അടുത്ത നോട്ടിഫിക്കേഷൻ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കോൾക്കർ മുസ്ലിം വിഭാഗക്കാർക്ക് മാറ്റിവെച്ച ഒരു നോട്ടിഫിക്കേഷനാണ്. 8ാമത്തെ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിൽ ഗോഡൌൺ മാനേജർ പട്ടികജാതി വിഭാഗക്കാർക്കായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. 9ാമത്തെ നോട്ടിഫിക്കേഷൻ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി പട്ടികജാതി വിഭാഗക്കാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 10ാമത്തെ നോട്ടിഫിക്കേഷൻ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് കാഷ്യർ. 11ാമത്തെ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 12ാമത്തെ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഇതും പട്ടികജാതി വിഭാഗക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. 13ാമത്തെ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. പട്ടികജാതി വിഭാഗക്കാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അടുത്തത് ജില്ലാതലത്തിൽ വരുന്ന 6 MCA റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കാസർഗോഡ്, കോട്ടയം ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്നു. 2ാമത്തെ നോട്ടിഫിക്കേഷൻ വിവിധ ജില്ലകളിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ. 3ാമത്തെ നോട്ടിഫിക്കേഷൻ കാസർഗോഡ് ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്. കന്നഡയും മലയാളവും അറിയാവുന്ന LC, AI, ഹിന്ദു നാടാർ, SIUC നാടാർ എന്നിവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. 4ാമത്തെ നോട്ടിഫിക്കേഷൻ എറണാകുളം ജില്ലയിൽ NCC സൈനിക ക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതുപോലെ 5ാമത്തെ നോട്ടിഫിക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് 2 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്നു. 6ാമത്തെ നോട്ടിഫിക്കേഷൻ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രൊഫൈലിൽ ആക്റ്റീവ് ആവുന്നത് 30/7/2026 അപ്പോൾ 30/7/2026 ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഈ നോട്ടിഫിക്കേഷനിലേക്കൊക്കെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെയാണ്. കൂടാതെ 2026 ജൂലൈ 13 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടത്താൻ തീരുമാനമായി. അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വർക്കർ, പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് 3 തസ്തികയുടെയും ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും. കൂടാതെ 4 തസ്തികകളുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെയും സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡ്, സൊസൈറ്റികൾ, ലോക്കൽ അതോറിറ്റികളിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കും പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുമുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് യോഗ തീരുമാനം. കൂടാതെ 2 തസ്തികയിലേക്കുള്ള സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും യോഗ തീരുമാനമായിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 1, കാറ്റഗറി നമ്പർ 724/2025. പൊതുമരാമത്ത് വകുപ്പിൽ 1ാം ഗ്രേഡ് ഓവർസിയർ, 1ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ, കാറ്റഗറി നമ്പർ 02/2026 എന്നീ 2 തസ്തികയിലേക്കുമുള്ള സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും ജൂലൈ 13 ചേർന്ന കമ്മീഷൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് 30/7/2026 തൊട്ട് അപേക്ഷിക്കാൻ കഴിയും. ഈ നോട്ടിഫിക്കേഷൻസിലേക്കൊക്കെയുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 ആണ് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.